ഹലോ ഗൈസ്, ഞങ്ങളുടെ ആംബുലൻസിന് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ ആംബുലൻസ് റെഡിയാക്കാനായിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ, വഴിയോരത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് കരുതി. അതുകൊണ്ട് നമുക്ക് വിട്ടാലോ? വരും. അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ വിസ്മയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങളുടെ ആംബുലൻസിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയോര കാഴ്ചകളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ ഓണാക്കി. ഇത് ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയോരത്തെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്ക് ദൃശ്യാവിഷ്കരണ മനോഹരത നിറച്ചുകൊണ്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ന്യൂ സിറ്റിയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, മരുഭൂമിയിൽ ഒട്ടകങ്ങളൊക്കെ നടന്നു പോകുന്നത്? എത്ര മനോഹരമായ കാഴ്ചകളാണല്ലോ. ഒട്ടകൾ ഇങ്ങനെ വരിയായിട്ട് നടന്നു പോകുന്ന കാഴ്ചകൾ കണ്ടോളൂ. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ സ്പീഡെന്ന് പറയുന്നത് 140 km/h സ്പീഡാണ് കേട്ടോ. നേരത്തെ ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാർ അവിടെ ഇടിച്ചു കിടക്കുന്നുണ്ടല്ലേ. പിന്നെ ഇവിടുത്തെ റോഡുകളുടെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ നല്ല സ്മൂത്ത് ഡ്രൈവിങ്ങിന് പറ്റിയ റോഡാണ് കേട്ടോ. നാട്ടിലെ പോലെ കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല മനോഹരമായ റോഡുകളാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി. ഏതാണ്ട് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ഞങ്ങളുടെ ആംബുലൻസ് കയറ്റി. ആംബുലൻസിൻ്റെ ബോണറ്റൊക്കെ തുറന്ന് അവർ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവരുടെ പണികൾ അവിടെ നടക്കട്ടെ, നമുക്ക് കാഴ്ചകൾ നടക്കട്ടെ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അവരുടെ പണികൾ അവിടെ നടക്കട്ടെ. ഒരു ചെറിയ വർക്ക്ഷോപ്പാണ് കേട്ടോ, ചെറിയൊരു വർക്ക്ഷോപ്പാണ്. അത് ഇങ്ങനെ ഇവിടെ കടകളൊന്നുമില്ല, വലിയ കടകളൊന്നുമില്ല, മരുഭൂമിയാണ്. സോ ഒരു ചെറിയ വർക്ക്ഷോപ്പിലാണ്. ആ ചെറിയ വർക്ക്ഷോപ്പിൽ എന്തോ ഓയിൽ കംപ്ലൈൻറ്റ്, എന്തോ പ്രശ്നമാണ് ആംബുലൻസിൻ്റെ, എനിക്കറിയത്തില്ല. സോ അവർ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അവിടെ അതാ നോക്കൂ, അതാണ് ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. അത് ഇടയ്ക്ക് ആ റോഡാണ്, നല്ല ഹൈവേ റോഡാണ് കേട്ടോ, എക്സ്പ്രസ് ഹൈവേ ആണ്. അതാണ് തബൂക്ക് പോണ വഴി, അങ്ങോട്ടാണ് തബൂക്കിലേക്ക് പോണത്. ഇവിടെ ഒരു യൂക്കാലി മരമുണ്ട്. ഇത് യൂക്കാലിയാണോ? അതെ, യൂക്കാലി തന്നെ കേട്ടോ, യൂക്കാലി മരമാണ്. നോക്കാം നമുക്ക്. നല്ല മണാട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ മണപ്പിച്ച് നോക്കിയില്ലേ? നല്ല മണമാണ്. കുറേ ഉണ്ട് കേട്ടോ യൂക്കാലി മരങ്ങൾ. അവിടെ ഒരു മരം, പിന്നെ ആണ് ഇത്, ഇവിടെ മരമുണ്ട് യൂക്കാലി. വേറൊന്നും കാണാനില്ല ഇവിടെ. ഈ മരുഭൂമിയിൽ ഇങ്ങനെ വേറൊന്നും കാണാനില്ല കാഴ്ചകൾ. വേണ്ട, യൂക്കാലി മരങ്ങളുള്ളൂ. പഴയ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഒരു സെറ്റ് ലോറി അവിടെ കിടക്കുന്നത് കാണിച്ചു തരാം. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടിട്ടേക്കുന്ന ലോറിയാണ്. കണ്ടോളൂ, വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടിട്ടേക്കുന്ന ലോറിയാണ്. ഒരു പഴയ സെറ്റപ്പ് ലോറിയാണ് കൊണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. യൂക്കാലി മരത്തിന് ഇടയിലൂടെ കുറച്ച് കാറ്റും കൊണ്ട് തണലും കൊണ്ട് ഉള്ള യാത്ര. കാറ്റടിക്കുന്നു ഗൈസ്, നല്ല കാറ്റുണ്ട്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. പള്ളി കാണുന്നുണ്ട് ഗൈസ്, അതാണ് പള്ളിയാണ്, ചെറിയൊരു പള്ളി. പിന്നെ അവിടെ എന്തോ ഒരു കടയാണെന്നോ, കടയോ വീടോ എന്താണ്.
എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ കണ്ടേ ഒരു യൂക്കാലി മരം കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുന്നാണ് കേട്ടോ, കുന്ന്. മൊത്തം ആ സൈഡിൽ കാണുന്ന മൊത്തം കുന്നാണ്. അവിടെ മരങ്ങളോ പച്ചപ്പൊന്നുമില്ല. കഷ്ട മരുഭൂമിയാണ്, മരുഭൂമി. മണലാണ് കേട്ടോ, കിടക്കുന്ന എല്ലാം മണലാണ്, മണൽ. ഒരു പട്ടി കൊണ്ടുവരും, അവൻ്റെ കാല് വയ്യ കേട്ടോ, കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ കാലിന്? നടക്കാൻ വയ്യ കേട്ടോ, അവന് നടക്കാൻ വയ്യ. നീ അവിടെ കിടന്നോ, കിടന്നോ 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 കിടന്നോ. മുരണ്ടയൊക്കെ മേടിച്ചു കടയിൽ നിന്ന്. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand, each echo ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ. ആംബുലൻസിൻ്റെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ